വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. ആ അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരുക്കം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. അതിഥി അടുത്തെത്തി എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ വേക്കോട്ടാ നോക്കണത്. ഏതാണ് അതിഥി? അത് വേക്കോട്ട് നോക്കിയാൽ കാണുന്ന അതിഥി ആണോ? അല്ല. ആ അതിഥി നമ്മൾ ക്ഷണിക്കാൻ തുടങ്ങിയിട്ടിപ്പോ ദിവസങ്ങൾ കുറേയായി. റമളാൻ വിളിച്ച് വരുത്തിയ അതിഥിയെ ആരും അവഗണിക്കരുത്. ആ അതിഥിയെ അവഗണിക്കാതെ വേണ്ട വിധത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തതിനേക്കാൾ പരിഗണന ഇൻഷാ അല്ലാഹ് ഈ റമളാന് നമ്മൾ കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. കാരണം മുഅ്മിനീങ്ങൾക്ക് റമളാനേക്കാൾ വലിയൊരു ഖൈറ് വരാനില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അത് മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് ആശങ്കയാണ്, പേടിയാണ്, ബേജാറാണ്. അപ്പോ എങ്ങനെങ്കിലുമൊക്കെ ഇനി അതൊന്ന് കഴിഞ്ഞിട്ടണല്ലോ എന്നുള്ള ചിന്തയാണ് നിഫാക്ക് ബാധിച്ചവർക്ക് വരിക. മുഅ്മിനീങ്ങൾക്ക് ഭയങ്കര ഖൈറാണ്. അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ആരംഭപ്പൂവായ മുത്തുനബി പറഞ്ഞതാണ്, മാ അതാ അലൽ മുസ്ലിമീന ശഹ്റുൻ ഖൈറുൻ ലഹും മിൻ ശഹ്രി റമളാൻ. മാ അതാ അലൽ മുഅ്മിനീന ശഹ്റുൻ ഖൈറുൻ ലഹും മിൻ ശഹ്രി റമളാൻ. റമളാനേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഖൈറുള്ള ഒരു മാസവും വരാനില്ല. അടുത്ത ഈ ദിവസം ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ റമളാനിലായിരിക്കും അല്ലേ? ചിലപ്പോൾ റമളാൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ റമളാൻ 2 ആയിരിക്കും. അള്ളാഹു അന്ന് നമ്മളൊക്കെ നോമ്പുകാരാക്കട്ടെ. അള്ളാഹു റാഹത്തോടെ വരവേൽക്കാൻ തൗഫീക്ക് തരട്ടെ. ഒരു ഉന്മേഷം, ഒരാവേശം, ഒരു നിർവൃതി, ഒരു ഉണർവ്, ഒരു ശക്തി യാ അല്ലാഹ് ഞങ്ങൾക്കൊക്കെയും നീ നൽകണേ അല്ലാഹ്. നല്ല പ്ലാനിങ്ങോടുകൂടെ കൊല്ലത്ത് റമളാൻ നമുക്ക് ഉപയോഗപ്പെടുത്താനാവണം. പറ്റാണ് നിസ്കരിക്കുക, പറ്റാണ് നോമ്പ് വെക്കുക, പറ്റാണ് ഖുർആൻ ഓതുക. അങ്ങനെയാണോ? അങ്ങനല്ല. പറ്റണം. കൊല്ലത്ത് റമളാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്നാലിന സമയം അത് ഖുർആൻ ഓത്തിനാണ്, ഇന്നാലിന സമയം ദിക്റിനാണ്, ഇന്നാലിന സമയം ഇന്നാലിന കാര്യത്തിനാണ്. ഒരു പ്ലാനിങ് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാണമാതാലൽ മുസ്ലിമീന ശഹ്റുൻ ഖൈറുൻ ലഹും മിൻ ശഹ്രി റമളാൻ. മുസ്ലിമീങ്ങൾക്ക് റമളാനേക്കാൾ ഖൈറുള്ള ഒരു മാസവും വരാനില്ല. വലഅലൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൻ ലഹും മിൻ ശഹ്രി റമളാൻ. അല്ലാത്തവർക്ക് റമളാനേക്കാൾ ശർറുള്ള ഒരു മാസവും വരാനില്ല. ഈമാൻ പൂർണ്ണമല്ലാത്തവർക്ക് റമളാൻ ആശങ്കയായി അനുഭവപ്പെടും. പടച്ചോനെ, നീ നോമ്പ് പോറ്റിട്ടില്ലെങ്കിൽ തന്നെ മര്യാദയ്ക്കൊരു ഭക്ഷണമൊന്നും പുറത്തുനിന്ന് കിട്ടൂലല്ലോ എന്നുള്ള ആശങ്ക. ഇനി വീട്ടിൽ നിന്ന് തന്നെ കിട്ടണമെങ്കിൽ ഭാര്യ കുറച്ച് ഈമാനുള്ള ആളായതുകൊണ്ട് അതൊരു പ്രയാസാണല്ലോ എന്നുള്ള ആശങ്ക. അങ്ങനെ ഒരു തരം ആശങ്കയും അസ്വസ്ഥതയും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. റബ്ബി നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനേ ശഹറുസ്സിയാമി ലഖദ് ഹലൗത മുകറമാ വഗദൗത മിൻ ബൈനിശ്ശുഹൂരി മുഅല്ലമാ. യാ സായിമി റമളാന ഹാദാ ശഹ്റുകും ഫീഹി അബാഹകുമുൽ മുഹൈമിനു മുഗ്നമാ. طوبى لمن فيه أطاع إلهه متقلبا متجنبا ما حرما. والويل كل الويل للعاصي الذي في شهره يكل الحرام وأجرما.
ഈ റമളാൻ, ആ റമളാനിലെ നോമ്പ് എല്ലാ അർത്ഥത്തിലും അതിന്റെ ആദരവ് മഹത്വം പരിപൂർണമായിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ആദരിക്കപ്പെട്ട, പരിഗണിക്കപ്പെടേണ്ട, മുഅ്മിനീങ്ങൾ പരിഗണിക്കാൻ ജാഗ്രത കാണിക്കുന്ന മാസം ഇതാ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് തിങ്കളാഴ്ചയാണ് ഉസ്താദേ, ഇന്ന് നോമ്പൊൽക്കാലോ എന്ന് കരുതി പ്രതീക്ഷയോടെ നോമ്പ് നോറ്റതാ. 9:30-10 മണിയാവുമ്പോഴത്തേക്ക് ആകെ കുഴക്ക് വന്ന് ക്ഷീണം വന്നു, നോമ്പ് മുറിക്കേണ്ടി വന്നു. ആ നിലക്ക് ചിന്തിക്കുമ്പോ റമളാൻ വരുന്നതൊരു പേടി എന്ന് പറഞ്ഞവർ എന്താ പേടി? നോമ്പൊൽക്കാൻ കഴിയൂലല്ലോ എന്നുള്ള പേടി ഇന്നീ മജ്ലിസിലുണ്ട്. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ, ലരഹമീൻ പറയും, അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. ത്യാഗം സഹിച്ച് ദുനിയാവും ആഖിറവും റാഹത്താവണമെന്നുള്ള വലിയ നിയ്യത്തിലും പ്രതീക്ഷയിലുമാണ് അല്ലാഹുവേ ഈ മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ആരെയും നിരാശരാക്കരുതേ റബ്ബേ, ആരെയും ഖായിബാക്കരുതേ റബ്ബേ. شهر الصيام لقد علوت مكرما وغدوت من بين الشهور معلما يا صائمي رمضان هذا شهركم فيه أباحكم المهيمن مغنما طوبى لمن فيه يطاع إلهه متقربا متجنبا ما حرما. ഈ റമളാനെ ആസ്വദിച്ച് നോമ്പെടുക്കാൻ കഴിയുന്നവർ എത്രമേൽ ഭാഗ്യവാന്മാരാണ്, വലിയ ഭാഗ്യ. കാരണം റമളാനോടുകൂടെ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ഹിജാബുകൾ നീങ്ങുന്നത് പോലെ മറ്റൊരു ഘട്ടത്തിലും നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ഹിജാബ് നീങ്ങൂല. ഞാൻ പറഞ്ഞങ്ങൾക്ക് മനസ്സിലായോ? റജബിൽ, ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള എല്ലാ ഹിജാബുകളും നീങ്ങിക്കിട്ടും. അപ്പൊ ശരിക്ക് ആ ഒരു ഓർമ്മയിൽ തന്നെ അതിൻ്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തണം. അബദ്ധ വാക്കുകൾ വരരുത്, അബദ്ധ ചിന്തകൾ വരരുത്, അബദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായി പോകരുത്. അല്ലാഹു നമുക്ക് പരിരക്ഷ നൽകട്ടെ. നമ്മുടെയും നമ്മുടെ റബ്ബിന്റെയും ഇടയിലുള്ള എല്ലാ ഹിജാബുകളും നീങ്ങുകയാ. നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഇലാഹായ റബ്ബിനോട് ചോദിച്ചു, അല്ലാഹ് യാ റബ്ബി അക്രംതനി ബിത്തക്ലീം ഫഹൽ അഅ്തൈത അഹദൻ മിസ്ല ദാലിക്. പടച്ചോനെ, അല്ലാഹുവേ, യാ റബ്ബി, രക്ഷിതാവേ, അക്രംതനി ബിത്തക്ലീം, വലിയ ആദരവാണ് ഞാൻ അറിഞ്ഞിടത്തോളം നീ എനിക്ക് തന്നത്. കാരണം നിന്നോട് സംസാരിക്കാൻ, നിന്റെ സംസാരം കേൾക്കാൻ നീ എനിക്ക്, നിങ്ങൾ ഉറക്കരുന്നുണ്ടാ? നിന്നോട് സംസാരിക്കാനും നിന്റെ സംസാരം കേൾക്കാനും നീ എനിക്ക് അവസരം തന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ഇതിനേക്കാൾ വലിയൊരു ആദരവ് വേറൊരാൾക്കും നീ ഇതുവരെ കൊടുത്തിട്ടില്ല. അല്ലാഹുവേ, എനിക്കറിയേണ്ടതിതാണ്, ഫഹൽ അഅ്തൈത അഹദൻ മിസ്ല ദാലിക, ഇതുപോലെ മറ്റാർക്കെങ്കിലും നീ നൽകിയിട്ടുണ്ടോ? നിന്നോട് സംസാരിക്കാനും നിന്റെ സംസാരം കേൾക്കാനും നീ എനിക്ക് അവസരം തന്നല്ലോ. ഇതുപോലെയൊക്കെയുള്ള ഒരു ആദരവ് മറ്റാർക്കെങ്കിലും നീ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി നൽകിയത് എന്താണെന്ന് ഈ റമളാന്റെ മുന്നോടിയായി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇലാഹായ റബ്ബ് മൂസാ നബിക്ക് നൽകിയ മറുപടി, ഫൗഹല്ലാഹു തആല ഇലൈഹി, അല്ലാഹു മൂസാ നബിക്ക് നൽകിയ വഹി, യാ മൂസാ ഇന്നലി ഇബാദൻ ഉഖ്രിജുഹും ഫീ ആഖിരിസ് സമാൻ.
മൂസേ ഇന്നലി ഇബാദൻ, എനിക്ക് ചില അടിമകളുണ്ട്, എനിക്ക് ചില അടിമകളുണ്ട്. ഉഖ്രിജുഹും ഫീ ആഖിറിസ് സമാൻ, അവരെ ഞാൻ പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നത് ആഖിറുസ് സമാനിലാണ്. ആഖിറുസ് സമാനിൽ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ചില അടിമകൾ എനിക്കുണ്ട്. വൗകരിമുഹും ബിശഹരി റമളാൻ, അവരെ ഞാൻ റമളാൻ മാസം കൊണ്ട് ആദരിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവരെ ഞാൻ എന്ത് ചെയ്യും? റമളാൻ മാസം കൊണ്ട് ആദരിക്കും. ഇനി കേൾക്ക്. റമളാൻ സമാഗതമകലോടെ അവരിലേക്ക് ഞാൻ അടുക്കും. എത്രയാണ് അടുപ്പമെന്ന് കേൾക്കണോ? ലിഅന്നക കല്ലംതനി വബൈനി വബൈനക അൽഫ ഹിജാബ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കവേ നമുക്കിടയിൽ 1000 ഹിജാബുകളുണ്ട്, മറകളുണ്ട്. നമുക്കിടയിൽ ആരും അറിയാൻ മനസ്സിലാവണില്ലേ? അള്ളാഹു മൂസ നബിയോട് പറയാണ്, ഇപ്പൊ നമുക്കിടയിൽ നമ്മൾ സംസാരിക്കുമ്പോഴും എത്ര മറകളുണ്ട്? 1000 മറകളുണ്ട്. എന്നാൽ ഫൈദാ സാബതു ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ പരിശുദ്ധമായ റമളാൻ സമാഗതമായി അവര് നോമ്പെടുത്തു. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവർക്ക് ക്ഷീണം ബാധിക്കുമ്പോൾ അർഫഉൽ ഹുജ്ബ ബൈനി വബൈനഹും വഖത അഫ്താരിഹിം യാ മൂസ. മൂസേ, അവര് നോമ്പെടുത്ത് ആ ക്ഷീണമൊക്കെ ബാധിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, ആ ഘട്ടത്തിൽ എന്റെയും അവരുടെയും ഇടയിലുള്ള എല്ലാ മറകളെയും ഞാൻ എന്ത് ചെയ്യും? മൂസേ, നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്കിടയിൽ ഇപ്പൊ എന്തുണ്ട്? എത്ര മറ? 1000 മറകളുണ്ട്. എന്നാൽ ഉമ്മത്ത് മുഹമ്മദിനെ ആഖിറുസ് സമാനിൽ ഞാൻ പുറത്തു കൊണ്ടുവരും. അവർക്ക് ഞാൻ റമളാൻ കൊടുക്കും. റമളാനിൽ അവർ നോമ്പെടുക്കും. നോമ്പെടുത്തവർക്ക് ക്ഷീണം വരും. ആ ഘട്ടത്തിൽ അവരുടെയും എന്റെയും ഇടയിലുള്ള എല്ലാ മറകളും ഞാൻ ചെയ്യും. അപ്പ അവര് മനമുരുകി എന്നോടൊരു കാര്യം ചോദിച്ചാൽ അവർക്ക് നിരാശരാകേണ്ടി വരില്ല. അല്ലാഹ് തൗഫീഖ് തരട്ടെ. ക്ഷീണമൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ തളരരുത്, അമല് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരരുത്. ചെറിയൊരു ക്ഷീണം ഇല്ലെങ്കിൽ പിന്നെന്ത് നോമ്പാ? എന്നാ പിന്നെ എല്ലാവർക്കും എപ്പോഴും നോമ്പ് പറ്റൂടെ? അപ്പൊ ചെറിയൊരു ക്ഷീണം വരും, ദാഹം വരും, വെള്ളം കുടിക്കാൻ പൂതി വരും, ഭക്ഷണം കഴിക്കാൻ പൂതി വരും. ആ പൂതിയൊക്കെ ഉണ്ടാവും വേണം. എന്നിട്ട് അതിലേക്ക് അടുക്കാതിരിക്കണം. അപ്പോഴാണ് അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ മൂസാ തൂബാ ലിമൻ തശകബദഹു വഅജാഅ ബത്നഹു ഫീ ശഹരി റമളാൻ. റമളാനിൽ ദാഹിച്ച് തൊണ്ട വറ്റിയവർക്ക് ആനന്ദമല്ലോ, വിശന്ന് കുടലൊട്ടിയവർക്ക് സന്തോഷമല്ലോ. എന്റെയും അവരുടെയും ഇടയിലുള്ള എല്ലാ ഹിജാബും പൂർണ്ണമായും അതോടെ നീങ്ങുമല്ലോ. ഖാലല്ലാഹു അസ്സ വജൽ. കൊതി തോന്നുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഉമ്മത്ത് മുഹമ്മദിൽ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഅ്മിനിനും കൊല്ലത്തെ റമളാന്റെ പുണ്യം നഷ്ടപ്പെടുത്തരുതേ അല്ലാഹ്. ഒരു നഷ്ടം വരുത്തരുതേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും മിനിമം ഒരു ഖത്മെങ്കിലും നിന്റെ ഖുർആൻ ഏറ്റവും റാഹത്തായി ഓതി തീർക്കാനുള്ള ഒരു തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ ഒരു ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖത്മ് തീർത്ത് റമളാൻ 27-ന് മുഅ്മിനീങ്ങൾ ഞങ്ങൾ എത്രയോ ആളുകൾ കൊല്ലങ്ങളായി ഒരുമിച്ച് കൂടി നിന്നിലേക്ക് ലയിച്ചു ചേരാറുണ്ട്. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്.
അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മളൊരു ദൃഢനിശ്ചയം ചെയ്യല്ലേ, കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയ ആ റമളാനിലേക്കാണൊക്കെ പരിഗണന എല്ലാ അർത്ഥത്തിലും ഇൻഷാ അല്ലാ ഇക്കൊല്ലത്തെ റമളാൻ ഒന്ന് കൊടുക്കണം. ഒരു പക്ഷേ മുഅ്മിനെ നമ്മൾ ആലോചിക്കണം, നമ്മൾ അവസാനത്തെ റമളാൻ ആവാലോ. മനുഷ്യന്റെ മരണം എപ്പോഴാന്ന് അറിയൂലല്ലോ. ഓരോരോ മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. നിങ്ങൾ കേട്ടില്ലേ, ഒരു ഉസ്താദ് മിനിഞ്ഞാന്ന് രാത്രി മണിക്കൂറുകളോളം വഴല് പറഞ്ഞ് മനോഹരമായി പ്രസംഗിച്ച് അങ്ങനെ സുബഹിയുടെ മുമ്പ് 4 മണിക്കാണ് അദ്ദേഹം യാത്രയൊക്കെ കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഒരല്പനേരം വിശ്രമിച്ച് സുബഹി നിസ്കരിക്കാൻ എഴുന്നേറ്റു. സുബഹി നിസ്കാരം കഴിഞ്ഞു, വീണ്ടും ഒരല്പം വിശ്രമിക്കാൻ കിടക്കാനൊരുങ്ങവേ അദ്ദേഹത്തിന് അസ്വസ്ഥത വന്നു. സ്പോട്ടിൽ മരിച്ചു. ഇന്നലെ രാത്രി, ഇത് മിനിഞ്ഞാന്നാണ് ഈ വഴല്, ഇന്നലെ രാത്രി അദ്ദേഹം വഴല് പറയേണ്ടിയിരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പടച്ചോനെ, എന്തൊരു റാഹത്തുള്ള മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല സന്തോഷ. ബഹുമാന്യനായ ഹാഫിള് മസ്ഊദ് സഖാഫി കൂടല്ലൂർ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വഴലുകളൊക്കെ ഖബറിലേക്ക് അല്ലാഹു വലിച്ചാക്കി കൊടുക്കട്ടെ. ആരൊക്കെ അത് കേട്ട് അതുകൊണ്ട് അമൽ ചെയ്യുന്നുവോ അതിനൊക്കെയുള്ള കൂലി ഖബറിലേക്ക് അല്ലാഹു കൊടുക്കട്ടെ. എത്ര സ്വാലിഹീങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടായി, എത്ര ഉസ്താദുമാര് സ്വാലിഹീങ്ങൾ ദുആ ചെയ്തു. ആ മനുഷ്യനൊക്കെ വലിയ ഭാഗ്യവാനാണ്. എന്നാലും നമ്മൾ ചിന്തിക്കണം, മരണമെന്ന ഒരു പ്രതിഭാസം, യാ അല്ലാ, അത് വല്ലാത്തൊരു പ്രതിഭാസം, അത് വല്ലാത്തൊരു സംഗതിയാണ്. മിനിഞ്ഞാന്ന് മരണപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ്, അബ്ദുറഹ്മാൻ വഹബി ഉസ്താദ്. 14 കൊല്ലം കടമേരി റഹ്മാനിയ അറബി കോളേജിൽ സീനിയർ മുദരിസായി സേവനം ചെയ്തിട്ടുണ്ട്. മഹല്ലി അടക്കം, തഫ്സീർ ബൈലാവി അടക്കം അതിപ്രധാനപ്പെട്ട ചില കിതാബുകൾ ഞങ്ങൾ ഓതിത്തന്ന ആ ബഹുമാന്യരായ ഗുരുവര്യർ 15 വർഷത്തോളമായി തയ്യോട്ടിച്ചിറ കമാലിയ കോളേജിൽ കമ്മുസൂഫി വലിയുള്ളാഹി തങ്ങളുടെ ആ ഒരു മഖാമിന്റെ പരിസരത്ത് നടക്കുന്ന മഹത്തായ സ്ഥാപനത്തിൽ പ്രിൻസിപ്പളായി സേവനം ചെയ്യാൻ അസ്വസ്ഥത വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡിസ്ചാർജ് ആക്കി. ഉസ്താദ് പറഞ്ഞത്രേ, പരീക്ഷയ്ക്ക് അടുത്ത് വരികയാണ്, അതുകൊണ്ട് എനിക്ക് കോളേജിലേക്ക് പോകേണ്ടതുണ്ട്, ഡിസ്ചാർജ് വേണം, അവിടെ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വിളിക്കാനുണ്ട്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു. അതിൽ അസ്വസ്ഥത വന്നു. ആ മഹാൻ അള്ളാഹുവിലേക്ക് യാത്ര പോയി. അവരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീൻ എന്താണോ പഠിപ്പിക്കുന്നത് അതായിരുന്നു. അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, സൗമ്യനായി ജീവിച്ച മഹാനായ വലിയ ഒരു മനുഷ്യൻ. ഈ 2 പേരെയും നിയ്യത്ത് ചെയ്ത് മനസ്സറിഞ്ഞോതൂ നിങ്ങളൊരു ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹുവേ, ഈ ഫാത്തിഹ സ്വീകരിക്കണേ അല്ലാ, ഇത് കബൂലാക്കണേ അല്ലാ. ഇത് മഹാനായ അബ്ദുറഹ്മാൻ വഹബി ഉസ്താദിന്റെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. ഇത് ബഹുമാന്യനായ ഹാഫിള് മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സ്വർഗസമാനമാക്കണമേ അല്ലാ. ഖബറിൽ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിച്ച് കഴിയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അതുവഴി വരേണ്ടവരാണ്. എല്ലാം റാഹത്തിലാക്കണമേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. അതാണ് അവസ്ഥ. അത്രേ ഉള്ളൂ. മനുഷ്യൻ ചിന്തിക്കണം. മനുഷ്യന്റെ അവസ്ഥ അത്രേ ഉള്ളൂ. ഒരു ഗ്യാരണ്ടിയും എന്ന് പറയാൻ പറ്റാത്തൊരു സാധനം മനുഷ്യനാണ്. അവർക്ക് പലതിനും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും, പക്ഷെ അവരുടെ കാര്യത്തിലൊരു ഗ്യാരണ്ടിയും
നമ്മൾ നിർമ്മിക്കുന്ന പല പ്രൊഡക്റ്റിനും നമ്മൾ എന്ത് പറയും? ഗ്യാരണ്ടി ഉണ്ട്, ഇത്ര വർഷം നിനക്കത് പറയാ. പക്ഷെ പറയുന്ന നിനക്ക് ഗ്യാരണ്ടി. അല്ലാഹു റാഹത്താക്കി തരട്ടെ. അപ്പൊ നമുക്ക് നിയ്യത്ത് ചെയ്ത് വെക്കുക, ഇൻഷാ അല്ലാഹ് കൊല്ലത്തെ റമളാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് റാഹത്താവണം. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഒന്ന്, ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ട ഒരു രാവ് റമളാന്റെ ആദ്യത്തെ രാവാണ്. ഇതെല്ലാരും കേട്ടോ? ആരെങ്കിലും ഉറങ്ങുന്നവരുണ്ടോ ഒന്ന് വിളിച്ചേക്ക്. ഒന്നിടത്തോട്ടും വലത്തോട്ടൊക്കെ ഒന്ന് നോക്കി. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു തോണ്ട് കൊടുത്തേക്ക്, വേനാവണ്ട, ഉണരട്ടെ. പറയുന്ന കേൾക്കി. ഇക്കൊല്ലത്തെ റമളാന്റെ ആദ്യത്തെ രാവ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ഇൻഷാ അല്ലാഹ് നഷ്ടപ്പെടരുത്. ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ ആ രാവിനെ നോക്കിക്കാണാനും ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തേ കാര്യം? റമളാന്റെ ആദ്യത്തെ രാവിന്റെ മഹത്വം എത്രയാണ്. എന്റെ ഉമ്മത്തിന് റമളാന്റെ ആദ്യ രാവങ്ങ് സമാഗതമായാൽ യൻദുറുല്ലാഹു ഇലൈഹിം നളറാ മൻ നളറല്ലാഹു ഇലൈഹി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. ആ രാവിനെ നന്നായി ഉപയോഗപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും ശിക്ഷക്ക് അർഹനാവാത്ത വിധം അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം അയാൾക്ക് ലഭിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആ റഹ്മത്തിന്റെ നോട്ടം കിട്ടാൻ നമ്മൾ അർഹരാവണം. അതിന് അങ്ങാടി കൂടെ നടന്നാൽ അർഹരാവൂല. അതിന് റമളാന്റെ ആദ്യത്തെ രാവാന്നുള്ളൊരു ബോധവും ആദരവും പരിഗണനയും കൊടുക്കാതെ പോയാൽ അർഹരാവില്ല. മുഅ്മിനേ ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണേ. മുൻകഴിഞ്ഞ 1,24,000 നബിമാർ, ആ നബിമാർക്ക് പോലും അല്ലാഹു നൽകാത്ത ദറജയാണ് പുണ്യ റമളാനിൽ എന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകുന്നത്. അത് 5 വ്യത്യസ്ത കാര്യങ്ങളാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് ഹദീസ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മുത്ത് റസൂൽ പറയുന്നു, ഉഅ്തിയത് ലി ഉമ്മത്തി ഫീ ശഹ്രി റമളാൻ, ഉഅ്തിയത് ഉമ്മത്തി ഫീ ശഹ്രി റമളാൻ ഖംസാ ലം യുഅ്തഹുന്ന നബിയ്യുൻ ഖബ്ലി. മുൻകഴിഞ്ഞ ഒരു നബിക്ക് പോലും അല്ലാഹു നൽകാത്ത 5 നേട്ടങ്ങൾ എന്റെ ഉമ്മത്തിന് റമളാനിലായി അല്ലാഹു നൽകുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര 5. അപ്പൊ സഹാബികൾക്ക് വലിയ ആഗ്രഹം, പടച്ചോനെ ഏതാണത് അറിയണല്ലോ. നബിയേ ഏതാണ് 5 ലാഭങ്ങൾ, നേട്ടങ്ങൾ? അമ്മാ വാഹിദ, അതിലൊന്നാമത്തേതിതാണ്, ഫഇന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ. പുണ്യ റമളാന്റെ ആദ്യത്തെ രാവങ്ങ് സമാഗതമാകുമ്പോ യൻദുറുല്ലാഹു ഇലൈഹിം നളറാ, അവരിലേക്ക് അല്ലാഹു പ്രത്യേകമായൊരു നോട്ടം നോക്കും. എന്താണ് ആ നോട്ടത്തിന്റെ പ്രത്യേകത? മൻ നളറല്ലാഹു ഇലൈഹി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. ആ നോട്ടം ഒരാളിലേക്ക് അല്ലാഹു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത, അവരെ പിന്നെ അല്ലാഹു എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. അപ്പൊ ആ നോട്ടം നമുക്ക് കിട്ടണ്ടേ? അള്ളാന്റെ പ്രത്യേകമായ നോട്ടവും കാവലും നമുക്ക് കിട്ടണം. അതിനെന്ത് വേണം? ഒരു കാരണവശാലും റമളാന്റെ ആദ്യത്തെ രാവിലെ തറാവീഹ്
നഷ്ടപ്പെടുകേ ചെയ്യരുത്. അതിന്റെ അർത്ഥം മറ്റുള്ളതൊക്കെ നഷ്ടപ്പെടാൻ കുഴപ്പമില്ല എന്നല്ല. പിന്നെന്താ എങ്ങനെ പറയണമെന്നറിയോ? ചിലപ്പോൾ ഈ മാസം കാണോ ഇല്ലേ എന്നുള്ള ആലോചനയും ചർച്ചയൊക്കെയായി അങ്ങനെ അവസാന മാസം കണ്ടു എന്ന് ഉറപ്പായി. അപ്പൊ ആളുകൾ പിന്നെ ഇനിയിപ്പോൾ ഏതായാലും അത്തായും കാര്യങ്ങളൊക്കെ ആവണല്ലോ, അതിലേക്കുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയി. തറാവീഹ് ഇപ്പം ഏതായാലും ഇനിയിപ്പോൾ നാളെ നോമ്പെടുത്ത് നാളെ എന്ത് ചെയ്യാ നിസ്കരിക്കുക, ഇന്ന് അങ്ങനാണ്ട് പോട്ടെ എന്നുള്ളൊരു വെപ്പ് പൊതുവെ ഉണ്ടാവാറുണ്ട്. അതുണ്ടാകരുത്. കണക്കിലെടുത്ത് പരിഗണിക്കണം. അന്നത്തെ രാത്രിയിൽ തറാവീഹ് ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിങ്ങളോട് പറയാണ്, ആദ്യത്തെ രാവ് അത്രമേൽ റഹ്മത്തിന്റെ നോട്ടം കിട്ടാൻ ഉപയോഗപ്പെടുത്തേണ്ടത് കൊണ്ട് നിങ്ങൾ ഈ ഫളില് വീട്ടിലുള്ള മക്കളോടും കുടുംബത്തോടും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ നിസാരാക്കേണ്ട രാവല്ല റമളാന്റെ ആദ്യത്തെ രാവ്, ഇന്നെന്തായാലും തറാവീഹ് മുടക്കരുത് ട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക. തറാവീഹ് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുക. ആണുങ്ങൾ പറ്റുകയാണെങ്കിൽ പള്ളിയിലേക്ക് തന്നെ പോവുക. പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുക. ഇനി പള്ളിക്കാണ് നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെല്ലാരും കൂടി വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? ജമാഅത്തായി നിസ്കരിക്കുക. എന്തൊരു റാഹത്താണതൊക്കെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിലൊക്കെ ഒരു ഇമ്പവും താല്പര്യവും അള്ളാഹു നൽകട്ടെ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, അന്നത്തെ രാത്രിയിൽ തന്നെ ഖുർആന്റെ മാസാണിത്, ഖത്മ് പൂർത്തീകരിക്കുക എന്നുള്ള നിലക്ക് ഓത്ത് തുടങ്ങണം. അന്നത്തെ രാത്രി തന്നെ റമളാനിൽ സ്പെഷ്യലായി ഖത്മുകൾ പൂർത്തീകരിക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് റമളാനിലെ നമ്മളെ ക്ലാസ്സിൽ ആ ക്ലാസ്സിൻ്റെ മുന്നോടിയായ ഒരു അല്പനേരം ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ ആ ദിക്ർ അല്പനേരം ചൊല്ലുക. പിന്നെ വിശുദ്ധ ഖുർആൻ ഒരു ഹാഫിൽ കുട്ടിയെ കൊണ്ട് ഒരല്പം ഓദിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അതിലൊക്കെ ഒന്ന് പങ്കാളികളായി ആ നിർവൃത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഖത്മ് തീർക്കുക എന്നുള്ള നിലയിൽ നമ്മൾ ആരംഭം കുറിക്കേണ്ടത് പിറ്റേന്ന് നോമ്പൊക്കെ എടുത്ത് ആ നോമ്പുകാരായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിരിക്കണ്ട. ആദ്യത്തെ രാത്രി റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങി അള്ളാന്റെ നോട്ടം കിട്ടുന്ന രാത്രിയാ. ആ രാത്രിയിൽ തന്നെ എന്ത് വേണം? ഓക്കെ അല്ലേ? ഉറപ്പിച്ചില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസാണ്. അപ്പൊ എന്തായാലും ആ രാത്രിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. അല്ലാഹുവേ തൗഫീഖ് തരണേ റബ്ബേ. അനാവശ്യ വാക്കുകളൊന്നും ആ രാത്രിയിൽ ഉണ്ടാകരുത്. അനാവശ്യ വാക്കുകൾ വന്നാൽ പിന്നെ അള്ളാന്റെ റഹ്മത്ത് തട്ടിപ്പോകും. റഹ്മത്തിന്റെ നോട്ടം കിട്ടൂല. വെറുതെ ദേഷ്യം പിടിക്കുക, വെറുതെ വെറുപ്പ് പിടിക്കുക, വെറുതെ മറ്റുള്ളവരുടെ കുറ്റം കുറവും പറയുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്ന സ്വഭാവം തന്നെ എന്ത് ചെയ്യണം? നിർത്തണം. എല്ലാത്തിലും അഭിപ്രായം പറയുക, എല്ലാരെ കുറിച്ചും അഭിപ്രായം പറയുക. അങ്ങനത്തെ രീതിയും കാര്യങ്ങളൊന്നും ഇൻഷാ അല്ലാഹ് റമളാനിൽ ഉണ്ടാകരുത്. റബ്ബ് തൗഫീഖ് തരട്ടെ. അള്ളാഹു റാഹത്താക്കി തരട്ടെ. അതുകൊണ്ട് രാവിൽ തന്നെ ഖത്മ് ആരംഭിക്കണം. പറ്റുമെങ്കിൽ ആ രാവിൽ തന്നെ ഒരു ജുസ് എങ്കിലും ഓതി തീർക്കണം. ജല്ല ജലാലായ അല്ലാഹ് തൗഫീഖ് നൽകണമേ അല്ലാഹ്.